മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂരിലെയും ചാലിയാറിലെയും കാട്ടാന പ്രശ്നം പരിഹരിക്കാൻ നടപടികളുമായി വനം വകുപ്പ്. നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ കാട്ടിലേക്ക് തിരിച്ചുവിടാൻ പ്രത്യേക സേന രൂപീകരിക്കും. മഞ്ചേരി മലാംകുളത്ത് വിജനവും ചെങ്കുത്തായതുമായ പ്രദേശത്ത് മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന തലയോട്ടി കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ തൊഴിലാളികളാണ് തലയോട്ടി ആദ്യം കണ്ടത്. വർഷങ്ങളായി സംസ്ഥാനത്തെ അധ്യാപകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കാണുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. നിലമ്പൂരിലെ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി ജില്ലാ ആശുപത്രി തകർക്കുന്നതിനുള്ള തീരുമാനങ്ങൾ തുടർച്ചയായി ആശുപത്രി മാനേജ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന ആരോപണവുമായി ഡിവൈഎഫ്ഐ രംഗത്ത്. കോഴിക്കോട് സർവോദയ സംഘത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂർ ഖാദി ഭവനിൽ ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. ഓഗസ്റ്റ് 25 വരെ തുടരുന്ന മേളയുടെ ഉദ്ഘാടനം നിലമ്പൂരിൽ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. നിലമ്പൂരിലെയും ചാലിയാറിലെയും കാട്ടാന പ്രശ്നം പരിഹരിക്കാൻ നടപടികളുമായി വനം വകുപ്പ്. നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ കാട്ടിലേക്ക് തിരിച്ചുവിടാൻ പ്രത്യേക സേന രൂപീകരിക്കും. നിലമ്പൂരിലെയും ചാലിയാറിലെയും കാട്ടാന പ്രശ്നം പരിഹരിക്കുവാൻ നടപടികളുമായി വനം വകുപ്പ്. നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ കാട്ടിലേക്ക് തിരിച്ചുവിടുവാൻ പ്രത്യേക സേന രൂപീകരിക്കും. നിലമ്പൂർ നഗരസഭയിലെയും ചാലിയാർ പഞ്ചായത്തിലെയും കാട്ടാന ശല്യം സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ നോർത്ത് DFO വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തത്. കാട്ടാനകളെ പ്രതിരോധിക്കുവാൻ ശാശ്വത നടപടികൾ വേണമെന്ന് ജനപ്രതിനിധികളും കർഷകരും യോഗത്തിൽ ആവശ്യപ്പെട്ടു. കാട്ടാനകളെ കാട്ടിലേക്ക് തിരിച്ചുവിടുന്നതോടൊപ്പം വനാതിർത്തിയിൽ ഫെൻസിംഗ് പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും ആവശ്യമുയർന്നു. കാട്ടാനകളെ പ്രതിരോധിക്കുവാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും സഹകരണം അത്യാവശ്യമാണെന്നും താൻ കാസർഗോഡ് സേവനം ചെയ്തപ്പോൾ 3,20,00,000 രൂപ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ അനുവദിച്ചതിനാൽ മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനായിരുന്നതായും നോർത്ത് DFO ധനേഷ് കുമാർ പറഞ്ഞു. പൊക്കോട് റിസർവിൽ നിന്നും 12,000 മലബാരത്തിലേക്ക് കാട്ടാനകളെ തിരിച്ചുവിടുവാൻ പ്രത്യേകം സേന രൂപീകരിക്കുമെന്നും DFO പറഞ്ഞു. ഒരു ജനകീയമായിട്ടൊരു ടീമിനെ ഉണ്ടാക്കുകയാണ് ഏറ്റവും പ്രധാനം. ജനകീയമായിട്ട് ജനപ്രതിനിധികളും വനംവകുപ്പും പ്രദേശവാസികളും ചേർന്ന ഒരു ടീമിനെ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അവർ വാച്ച് ചെയ്യും. അവർ വാച്ച് ചെയ്തിട്ട് അവർ തമ്മിൽ ഒരു തീരുമാനത്തിലെത്തുക. എങ്ങനെ ഏത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത് അത് എടുത്തവിടെ തന്നെ നമ്മൾ എല്ലാ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എല്ലാവരും വേണം. എല്ലാ വകുപ്പും വേണം. പോലീസ് വേണം, റവന്യൂ വേണം, എല്ലാ വകുപ്പും, ഇലക്ട്രിസിറ്റി, എല്ലാ റോഡ്സ് ഒക്കെ വേണ്ടി വരും. എല്ലാ വകുപ്പും വേണം. ജനപ്രതിനിധികളും വേണം. എല്ലാ ജനപ്രതിനിധികളും ചേർമ്പോൾ മുനിസിപ്പാലിറ്റി വേണം, ചാലിയാർ വേണം, ഈവൻ അപ്പുറത്ത് തിരുച്ചത്ര വരെ വേണ്ടി വരും. അപ്പോൾ അവരെ ചേർന്നുകൊണ്ട് നമുക്കൊരു ഓപ്പറേഷൻ നടത്താം. അതാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കർമ്മസമിതി നമ്മൾ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. അത് നിന്നൊന്ന് സജസ്റ്റ് ചെയ്യണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇല്ലത്ത് വരുന്നത്. വനപാലകരും RRT അംഗങ്ങളും ജനപ്രതിനിധികളും വനമേഖലയെക്കുറിച്ച് അറിയുന്ന പ്രദേശവാസികളും ഉൾപ്പെടെ 30ഓളം പേരെ ഉൾപ്പെടുത്തിയാകും സേന രൂപീകരിക്കുക. ടീമിന് വനം വകുപ്പ് പ്രത്യേക യൂണിഫോമും പരിശീലനവും നൽകും. നിലമ്പൂർ കനോലി പ്ലോട്ടിൽ ചേർന്ന യോഗത്തിൽ നിലമ്പൂർ നഗരസഭ അധ്യക്ഷ പത്മിനി ഗോപിനാഥ്, നിലമ്പൂർ നോർത്ത് DFO P ധനേഷ് കുമാർ, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP അനുശ്രീ, വൈസ് പ്രസിഡന്റ് തോണിക്കടവൻ ഷൌക്കത്ത്, എടവണ്ണ റേഞ്ച് ഓഫീസർ MN ഷംനാസ്, നിലമ്പൂർ റേഞ്ച് ഓഫീസർ ഇൻചാർജ് P വിമൽ തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ചേരി മലാംകുളത്ത് വിജനവും ചെങ്കുത്തായതുമായ പ്രദേശത്ത് മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന തലയോട്ടി കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ തൊഴിലാളികളാണ് തലയോട്ടി ആദ്യം കണ്ടത്.
തുടർന്ന് വിവരം ഉടൻ തന്നെ മഞ്ചേരി പോലീസിനെ അറിയിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി, മലപ്പുറം ഡിവൈഎസ്പി, മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. മൂവാറ്റുപുഴ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥലം. സംഭവ സ്ഥലത്ത് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും എത്തി വിശദമായ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. കണ്ടെത്തിയത് മനുഷ്യന്റെ തലയോട്ടി തന്നെയാണോ എന്നും എത്ര കാലം പഴക്കമുണ്ടെന്നും സ്ഥിരീകരിക്കുവാൻ ശാസ്ത്രീയ ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷമേ സാധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രദേശത്തു നിന്നും കൂടുതൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാനുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. സംഭവത്തിൽ മഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കി. വർഷങ്ങളായി സംസ്ഥാനത്തെ അധ്യാപകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കാണുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അധ്യാപകർക്ക് നിയമന അംഗീകാരം ലഭിക്കാത്തത്, ഭിന്നശേഷി നിയമനം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സർക്കാർ ശ്രമം. സ്കൂളുകളുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട പ്രായോഗികമല്ലാത്ത നിബന്ധനകൾ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചർച്ച ചെയ്യും. സൈബർ സുരക്ഷയെക്കുറിച്ച് കുട്ടികളിൽ അവബോധമുണ്ടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി സൈബർ സുരക്ഷാ പ്രോട്ടോകോൾ ഉണ്ടാക്കും. വിദ്യാർത്ഥികൾ ഓരോ ക്ലാസ്സിലും പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള സംവിധാനവും ഉണ്ടാകും. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന 16 പദ്ധതികൾ 100 ദിവസത്തിനകം തന്നെ യാഥാർത്ഥ്യമാക്കും. കുട്ടികളുടെ എണ്ണക്കുറവ് കാരണം ഡിവിഷൻ ഫാൾ ഉണ്ടായി അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം 40 ആക്കുന്നതിന്റെ സാധ്യത സർക്കാർ പരിശോധിക്കും. അതുപോലെ 500 വിദ്യാർത്ഥികൾക്ക് ഒരു കായിക അധ്യാപകൻ എന്നത് 300 വിദ്യാർത്ഥികൾക്ക് ഒരു കായിക അധ്യാപകൻ എന്നാക്കി സർക്കാർ ഉത്തരവായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നിലമ്പൂരിലെ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി ജില്ലാ ആശുപത്രി തകർക്കുന്നതിനുള്ള തീരുമാനങ്ങൾ തുടർച്ചയായി ആശുപത്രി മാനേജ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന ആരോപണവുമായി ഡിവൈഎഫ്ഐ രംഗത്ത്. മണിക്കൂറോളം ക്യൂ നിന്നാണ് ഓരോ രോഗിയും OP ഷീറ്റ് എടുക്കുന്നത്. വീണ്ടും ക്യൂ നിന്നാണ് ഡോക്ടറെ കാണുന്നത്. ഇത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. നിലമ്പൂരിലെ ആദിവാസികളും സാധാരണക്കാരോടക്കമുള്ള നിരവധി ആളുകൾ ദിവസവും ആശ്രയിക്കുന്ന ആശുപത്രിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി. ഈ ജില്ലാ ആശുപത്രിയെ തകർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ കുറേയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പുതിയൊരു പരിഷ്കരണം കൊണ്ടുവരികയാണ്. മണിക്കൂറോളം ക്യൂ നിന്ന് OP ടിക്കറ്റ് എടുത്ത് വീണ്ടും ക്യൂ നിന്ന് ഡോക്ടറെ കാണുന്ന രോഗി, ആ രോഗിയെ ഡോക്ടർ മറ്റൊരു ഡോക്ടർക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ മണിക്കൂറോളം ക്യൂ നിന്ന് OP ടിക്കറ്റ് എടുത്ത് വീണ്ടും ക്യൂ നിന്ന് ആ റെഫർ ചെയ്യുന്ന ഡോക്ടറെ കാണേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ പുതിയൊരു തീരുമാന പ്രകാരമുള്ളത്. ഇത് രോഗികളെ ഈ ആശുപത്രിയിൽ നിന്ന് അകറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനമാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ വരുന്ന പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു തീരുമാനമാണ്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് RMOയെ കണ്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ ഈ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ രോഗികളടക്കമുള്ളവരെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഡിവൈഎഫ്ഐ ഈ ആശുപത്രി നേതൃത്വം കൊടുക്കും. ഈ സാധാരണക്കാരും പാവപ്പെട്ടവരും ആശ്രയിക്കുന്ന നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയെ തകർക്കുന്ന ഒരു തീരുമാനത്തിനും ഞങ്ങളൊപ്പമുണ്ടാവില്ല. ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളാവും വരും ദിവസങ്ങളിൽ നിലമ്പൂർ കാണാൻ പോവുക. ഈ ഡോക്ടർ മറ്റൊരു ഡോക്ടർക്ക് റഫർ ചെയ്താൽ മുൻകാലങ്ങളിൽ ആ OP ഷീറ്റ് ഉപയോഗിച്ച് ഡോക്ടറെ കാണാമായിരുന്നു. എന്നാൽ പുതിയ ഉത്തരവ് പ്രകാരം ഈ രോഗി വീണ്ടും ക്യൂ നിന്ന് OP ടിക്കറ്റ് എടുത്ത് വീണ്ടും ഡോക്ടറെ ക്യൂ നിന്ന് കാണേണ്ട അവസ്ഥയാണ്. മലയോര മേഖലയിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആദിവാസികൾ അടക്കമുള്ളവരാണ് ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കുന്നത്. ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനമാണ് എന്ന് മാത്രമല്ല, ജില്ലാ ആശുപത്രിയിൽ നിന്നും ഈ രോഗികളെ അകറ്റി സ്വകാര്യ ആശുപത്രികൾക്ക് ലാഭം കൊയ്യുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക കൂടിയാണ് ഇതുവഴി ചെയ്യുന്നത്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഈ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ RMOയ്ക്ക് പരാതി നൽകി. തീരുമാനം പിൻവലിക്കാത്ത പക്ഷം തുടർ പ്രക്ഷോഭങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകും. നഗരസഭാ കൗൺസിലറും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗവുമായ E അരുൺ ദാസ്, K പ്രജിത്ത്, റിയാസ് കാവാട്, ലെനിൻ സുരാജ്, ജിനേഷ്, കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് സർവോദയ സംഘത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂർ ഖാദി ഭവനിൽ ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. ഓഗസ്റ്റ് 25 വരെ തുടരുന്ന മേളയുടെ ഉദ്ഘാടനം
നിലമ്പൂരിൽ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് നിർവഹിച്ചു. ആദ്യ വിൽപ്പന നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുംതാസ് ബാബു ഷബീർ അലിക്ക് നൽകി നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ MK ബാലകൃഷ്ണൻ, ചാലിൽ ഉണ്ണികൃഷ്ണൻ, ഷാനവാസ് പട്ടിക്കാടൻ, ഖാദി ഭവൻ മാനേജർ P വിജിത എന്നിവർ പങ്കെടുത്തു. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് ഖാദി ഭവനിൽ ലഭ്യമാണ്. സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഓണം വരെ എല്ലാ അവധി ദിവസങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നുവെന്നതും പ്രത്യേകതയാണ്. കൂടാതെ ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പണും ലഭിക്കും. വിജയികളാവുന്നവർക്ക് 1ാം സമ്മാനമായി ടാറ്റ ടിയാഗോ കാർ, 2ാം സമ്മാനമായി സുസുക്കി ആക്സസ്, 3ാം സമ്മാനമായി 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വോച്ചറുകൾ എന്നിവ സ്വന്തമാക്കാം. കൂടാതെ ജില്ലകളിൽ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ 3000 രൂപയുടെ ഗിഫ്റ്റ് വോച്ചറുകൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ലഭിക്കുന്നു. മെഗാ നറുക്കെടുപ്പ് സെപ്റ്റംബർ 25 നടക്കും. പ്രകൃതിയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കേണ്ടതിന്റെ സന്ദേശം കുട്ടികളിലേക്ക് പകർന്നു നൽകി നിലമ്പൂർ ബഡ് സ്കൂൾ ഫോർ ദി ഹിയറിംഗ് ഇമ്പയോർഡിൽ പ്രകൃതി സംരക്ഷണ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹവും പരിസ്ഥിതി അവബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ശലഭോദ്യാന നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് പരിപാടിയുടെ പ്രധാന ആകർഷണമായി. പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജി ജോൺ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലൂടെ ശലഭങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുജീവികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനാകുമെന്നും ജൈവവൈവിധ്യം നിലനിർത്തുന്നതിൽ ശലഭോദ്യാനങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂളിലെ LP പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ശലഭങ്ങളെ ആകർഷിക്കുന്ന പൂച്ചെടികളും സസ്യങ്ങളും നട്ടുപിടിപ്പിച്ച് ശലഭോദ്യാനം ഒരുക്കുന്നത്. പ്രകൃതിയെ പുസ്തകങ്ങളിൽ മാത്രം പഠിക്കാതെ നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ ഈ ഉദ്യാനം വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കും. ഇതിനോടൊപ്പം UP SRG കൺവീനർ ജസീന TK നേതൃത്വത്തിൽ ഔഷധത്തോട്ടത്തിലെ വിവിധ സസ്യങ്ങൾക്ക് പേരും ഉപയോഗങ്ങളും ഉൾപ്പെടുത്തിയ ലേബലുകൾ സ്ഥാപിച്ചു. ഇംഗ്ലീഷ് ക്ലബ്ബ് കോർഡിനേറ്റർ KN നുസൈബയുടെ നേതൃത്വത്തിൽ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ നിർമ്മാണ മത്സരവും സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക NC സുഹറ ബീവി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് അനേഷ് വർഗീസ്, LP SRG കൺവീനർ നജ്മ T എന്നിവർ സംസാരിച്ചു. അധ്യാപകരും PTA MTA അംഗങ്ങളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഡിസ്ട്രിക്ട് കണക്ട് പ്രോഗ്രാമിന് ജില്ലയിൽ തുടക്കമായി. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. കൊണ്ടോട്ടി MLA TP അഷ്റഫ് അലി മുഖ്യാതിഥിയായി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് എല്ലാ പഞ്ചായത്തിലും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും പരാതി സ്വീകരിച്ച് തീർപ്പാക്കുന്നതിന് വേണ്ടി രൂപം നൽകിയതാണ് ഡിസ്ട്രിക്ട് കണക്ട് പ്രോഗ്രാം. വാഴക്കാട് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ദീർഘകാലമായി കിടക്കുന്ന വാഹനങ്ങൾ അടിയന്തരമായി മാറ്റി പൊതുജനങ്ങളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും സുരക്ഷ ഉറപ്പാക്കുക, ചാലിയാർ നദിയിൽ അടിഞ്ഞുകൂടിയ ഏക്കൽ മണ്ണ് ശാസ്ത്രീയമായി നീക്കം ചെയ്യുന്നതിന് അനുമതി നൽകുക, മുടക്കോഴി മല റീസർവേ നടത്തി സർക്കാർ മിച്ച ഭൂമി കണ്ടെത്തുക, എടവണ്ണപ്പാറയിൽ ചാലിയാപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിനോട് ചേർന്ന് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന കായിക മൈതാനത്തിന്റെ ഭൂമിയുടെ തരം മാറ്റത്തിന് അനുമതി നൽകുക, ഊർക്കടവ് കവണക്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് ചേർന്നുള്ള മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലം കായിക മൈതാനമായി വികസിപ്പിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകുക, എളമരം പാലത്തോട് ചേർന്നുള്ള പുഴ പുറമ്പോക്ക് സ്ഥലത്ത് ഓപ്പൺ ജിമ്മും ചിൽഡ്രൻസ് പാർക്കും സ്ഥാപിക്കുന്നതിന് അനുമതി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് വാഴക്കാട് പഞ്ചായത്ത് അധികൃതർ പ്രധാനമായും ഉന്നയിച്ചത്. ദിനംപ്രതി 500-ലധികം OP രോഗികൾ ചികിത്സ തേടിയെത്തുന്ന വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഒരു അധിക ഡോക്ടറെ അനുവദിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടു. റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിലവിലെ രോഗി ബാഹുല്യത്തിന് അനുസൃതമായ മെഡിക്കൽ പാരാമെഡിക്കൽ ജീവനക്കാരെ നിയമിക്കേണ്ടത് അടിയന്തര ആവശ്യമാണെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. ഗ്രാമപഞ്ചായത്ത് സമർപ്പിച്ച നിവേദനങ്ങൾക്ക് പുറമെ പൊതുജനങ്ങളിൽ നിന്നും വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും ആവശ്യങ്ങളും ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ നേരിട്ട് സ്വീകരിച്ചു. ഊർക്കടവ് പാലം പരിസരത്തെ മൈനർ ഇറിഗേഷൻ ഭൂമി, സംസ്ഥാന പാതയിലെ അപകട ഭീഷണി നിലനിൽക്കുന്ന ഊർക്കടവ് വളവ്, മുണ്ടുമൊഴി ചാലിയാർ പുഴയോട് ചേർന്ന് കായിക മൈതാനത്തിനായി കണ്ടെത്തിയ സ്ഥലം, വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം, വാഴക്കാട് പോലീസ് സ്റ്റേഷൻ പരിസരം, വാലില്ല പുഴ,
ചാലിയപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലും ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും നേരിട്ടെത്തി പരിശോധിച്ചു. പ്രസിഡന്റ് വി ആരിഫ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജയ്സൽ എളമരം, ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശിവൻ, വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ CE മുംതാസ് ബീഗം, മുസ്തഫ വാഴക്കാട്, പുഷ്പ M, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MC സിദ്ദിഖ് മാസ്റ്റർ, മോട്ടമ്മൽ മുജീബ് മാസ്റ്റർ, CV സക്കറിയ, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. PM സൂര്യഘർ മോഡൽ സോളാർ പഞ്ചായത്ത് ജില്ലാതല കമ്മിറ്റി യോഗം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേംബറിൽ ചേർന്നു. മോഡൽ സോളാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അവലോകനം, ജില്ലയിലെ PM സൂര്യഘർ പദ്ധതി പുരോഗതി എന്നിവ വിശകലനം ചെയ്തു. ജില്ലയിൽ PM സൂര്യഘർ പദ്ധതി വ്യാപിപ്പിക്കുന്നതിന് വേണ്ട ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PM രാജീവ്, ദിൽഷാദ് അഹമ്മദ് ഉള്ളാട്ടിൽ, അനേർട്ട് മലപ്പുറം ജില്ലാ എഞ്ചിനീയർ വേലായുധൻ K, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KSEB വണ്ടൂർ, ജിയാദ് K, KSEB സൗര വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ തിരൂർ സർക്കിൾ, ഷാഹിർ ബാബു N, KKACB സൗരവിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മഞ്ചേരി സർക്കിൾ, ഫക്രുദ്ദീൻ KSEB സൗരവിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ നിലമ്പൂർ സർക്കിൾ, അഞ്ജന ദേവ് ലീഡ് ബാങ്ക് മാനേജർ, ബിബിൻ ജോസഫ് അസിസ്റ്റന്റ് ഡയറക്ടർ LSGD എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.